ഇടുക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രി കെ രാജനെതിരെ കോൺഗ്രസ്. ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റം മന്ത്രിയുടെ അറിവോടെയെന്ന് കെപിസിസി സെക്രട്ടറി എം.എൻ. ഗോപി. ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ഒരു സുപ്രഭാതത്തിൽ നടന്നതല്ല. അത് വളരെ ബോധപൂർവം റവന്യൂ വകുപ്പിന്റെ സഹായത്തോടുകൂടി, റവന്യൂ വകുപ്പ് ഭരിക്കുന്ന CPIയുടെ ജില്ലാ നേതൃത്വത്തിന്റെ സഹായത്തോടുകൂടി വളരെ വ്യാപകമായി നടന്നിട്ടുള്ള ഒരു കയ്യേറ്റമാണ്. ഏക്കർ കണക്കിന് ഭൂമി വ്യാജ പട്ടയമുണ്ടാക്കി കൈക്കലാക്കിയിരിക്കുന്ന ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ CPIയുടെ ജില്ലാ നേതൃത്വമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ബന്ധമുണ്ട്. ഒരു മന്ത്രിക്കും റവന്യൂ വകുപ്പിനും ബന്ധമില്ലാതെ ഇത്രയും ഭൂമി ഒരു വ്യക്തിക്കും കൈയേറാൻ കഴിയില്ല, രേഖകൾ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വ്യക്തമായും റവന്യൂ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഈ ഭൂമി കയ്യേറ്റം നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് ചേരുന്നത് രാഹുൽ വിജയനാണ്. രാഹുൽ, റവന്യൂ മന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കെപിസിസി സെക്രട്ടറി എം.എൻ. ഗോപി പറഞ്ഞിരിക്കുന്നത്? കൃഷിന, ഈ റവന്യൂ മന്ത്രിക്ക് ഈ കയ്യേറ്റവുമായി ബന്ധമുണ്ട് എന്ന് നേരത്തെ ഏറ്റവും ആദ്യം പറഞ്ഞത് CPIയുടെ തന്നെ ഒരു നേതാവായിരുന്നു. ഈ സ്ഥലം കൈമാറ്റം ചെയ്ത രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളായിരുന്നു. പിന്നീട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് KPCC സെക്രട്ടറി ഈ റവന്യൂ മന്ത്രിക്ക് കയ്യേറ്റവുമായി നേരിട്ട് ബന്ധമുണ്ട്, CPIയുടെ സഹായത്തോടു കൂടി റവന്യൂ മന്ത്രിയുടെ ഇടപെടലോട് കൂടിയാണ് ഇവിടെ ഈ കയ്യേറ്റം ചൊക്രമുടിയിൽ കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് KPCC സെക്രട്ടറി എം.എൻ. ഗോപി ആരോപിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ വിവാദ കയ്യേറ്റ ഭൂമി സന്ദർശിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ബൈസൺവാലിയിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിലും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിനെതിരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട് താനും. പക്ഷേ അതിനുശേഷം ജില്ലാ കളക്ടർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടില്ല എന്നുള്ളതും ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം കൂടി നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് പോകുന്നു, ശക്തമായ പ്രതിഷേധ പരിപാടിയിലേക്ക് പോകുന്നു, ആരോപണങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന. ശരി, കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് രാഹുൽ വിജയനാണ്.